എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 40-ാം ദിവസം. ഓം നമ ശിവായ. ഭസ്മ മാഹാത്മ്യം. കാമവൈരി ഭഗവാന്റെ കഥ കേട്ടു രമിക്കുന്ന മാമുനിമാരരുൾ ചെയ്തു മാനസത്തിൽ കനിവോടെ. ചൊല്ലടോ ചൊല്ലടോ സൂത ചൊല്ലെഴുന്ന കഥാസാരം, വല്ലഭത്വം കലർന്നുള്ള വാമദേവ പ്രഭാവങ്ങൾ. വല്ലവർക്കും മനക്കാമ്പിൽ അല്ലൽ തീരും ശ്രവിച്ചാകിൽ, കല്യബുദ്ധി ശ്രവിച്ചാലും കാലദോഷം ശമിച്ചിടും എന്നതു കേട്ടുര ചെയ്തു ഭക്തിമാനാകിയ സൂതൻ. നന്നെടോ താപസന്മാരേ, നാഥനിൽ ഭക്തിവിശ്വാസം. വിശ്വനാഥൻ മഹാദേവൻ, വിശ്വസാക്ഷി മഹാദേവൻ, വിശ്വദേവൻ മഹാദേവൻ, വിശ്വജീവൻ മഹാദേവൻ. വിശ്വസിച്ച് വസിക്കുന്ന വിശ്വാസി ജനങ്ങൾക്ക് വിശ്വസമ്പൽക്കരം ദേവൻ, വിശ്വവന്ദ്യൻ വിരൂപാക്ഷൻ. ഭൂതിപുണ്ട്രം ധരിക്കുന്ന ഭൂസുരാദി ജനങ്ങൾക്ക് ഭൂതി നൽകുന്നവൻ ദേവൻ, ഭൂതിനാഥൻ ദയാശീലൻ. ഭൂതിതൻ്റെ മഹത്വത്തെ കേട്ടുകൊൾവിൻ ബുധന്മാരെ, ഭൂതഭവ്യം വർത്തമാനം ത്രിദോഷത്തെ നശിപ്പിക്കും. വാമദേവാഖ്യനായുള്ള യോഗിതൻ്റെ കഥ കേട്ടാൽ വാമദേവ പ്രസാദം കൊണ്ട് ആത്മശുദ്ധി ഭവിച്ചിടും. വാമദേവൻ മഹാധീരൻ, ചീരധാരി ജടാധാരി. കാമദേവ പ്രസാദത്തെ ശങ്കിയാതുള്ളവൻ ദേവൻ. കാമലോഭം മഹാമോഹം, ക്രോധതൃഷ്ണ മദം മാനം, കാമിനി രാഗഭോഗാശ, വൈരമേവം വിധം ദോഷം. ഒന്നുമില്ലാത്തവൻ വിദ്വാൻ, ഇന്ദിചൂടപ്രിയൻ ധീമാൻ. ഇന്ന് കാണും പ്രപഞ്ചത്തിൽ ഭ്രാന്തിയില്ലാത്തവൻ ധീരൻ. കാഞ്ചനം ലോഷ്ടവും തുല്യം, കാഞ്ചിയും രജ്ജുവും തുല്യം, വാഞ്ചയും വൈരിയും തുല്യം, ദാരുവും തുല്യം. ഇത്യമത്യുജ്വലാത്മാം ആത്മാവാം വാമദേവൻ മഹായോഗി. സ്വസ്ഥചിത്തൻ സദാനന്ദൻ സഞ്ചരിച്ചു പല ദിക്കും. പുണ്യദേവാലയം തോറും പുണ്യതീർത്ഥങ്ങളും സേവിച്ചന്യചിന്താ പരിത്യാഗി. പരിത്യാഗി ധന്യയോഗി മഹായോഗി. ക്രൗഞ്ചമാം പർവ്വതത്തിൻ്റെ തുംഗശൃംഗങ്ങളിൽ ചെന്ന് സഞ്ചരിക്കുന്നാള ഏകം ബ്രഹ്മരക്ഷസിനെ കണ്ടാൻ. ഭീമരൂപി മഹാഭാവി ശ്രുത്പിസാതുരൻ നിത്യം ഭൂവിഭാഗം തകർത്തുകൊണ്ടാർത്തു വന്നു പുരോഭാഗെ. വാമദേവാഖ്യാനം യോഗി വര്യനെ കണ്ടതു നേരം, താമസിക്കാതവൻ വായും പിളർന്ന് പാഞ്ഞെടുത്താശു ഭക്ഷണത്തിനവൻ. കൊള്ളാമിക്ഷണം നമ്മുടെ കുക്ഷി, രക്ഷണം സിദ്ധമെന്നോർത്ത് രാക്ഷസൻ നേരിടുന്നേരം. ഏതുമൊന്നും കുലുങ്ങിയില്ല യോഗിനാഥൻ മഹാദേവൻ. ഏതുമില്ല ഭയത്തിന് ദേഹജ സ്നേഹമില്ലാഞ്ഞാൽ ബ്രഹ്മതത്വജ്ഞനായുള്ള ദിവ്യയോഗീന്ദ്രനെ ചെന്ന് ബ്രഹ്മരക്ഷസ് അതുനേരം വേഗമോടെ പിടിപെട്ടു. ഭസ്മങ്കെ പിരണ്ടപ്പോൾ തത്വമുള്ളിൽ പ്രകാശിച്ചു. വിസ്മയിച്ചു പുരാവൃത്തം സ്മരിച്ചു രാക്ഷസൻ ചൊന്നാൻ, ആരെടോ നീ മഹാത്മാവേ, നിന്നുടെ ഗാത്രസമ്പർക്കം കാരണം മേ മനോരംഗേ സാരഭൂതം സമദ്ഭൂതം. ഇന്ന് തൊട്ടങ് 25-ാമതാം മുന്നിലെ ജന്മം. തന്നിലുള്ള പരമാർത്ഥം മുന്നിലുണ്ടു നമുക്കിപ്പോൾ. ദുർജയനെന്നെനിക്കുന്നു നാമമെന്ന് ധരിച്ചാലും. ദിഗ്ജയൻ ഞാൻ പലവട്ടം ചെയ്തവൻ കൈതവാധീനൻ. ദുഷ്ടരായ യവനന്മാർക്കീശ്വരൻ ഞാൻ മഹാദുഷ്ടൻ. കഷ്ടകർമ്മം പല ചെയ്തേൻ എത്ര കഷ്ടം നിരൂപിച്ചാൽ. നൂതന സ്ത്രീകളുമായി സർവകാലം വിനോദിപ്പാൻ കൗതുകം ഭാരമക്കാലം. തൃപ്തിയില്ല നമുക്കേതും ദിക്കിലുള്ള നല്ല നല്ല ബാലസീമന്തിനി വൃന്ദം. ഒക്കവേ ഞാൻ വരുത്തിക്കൊണ്ടന്ന് നന്നായി വിനോദിക്കും. മുഷ്കുകൊണ്ട് വശത്താക്കും മുക്തനാരി സമൂഹത്തെ. കൈക്കലാക്കിയാൽ ഉപേക്ഷിപ്പാൻ ഒട്ടുമിങ്ങു മനസ്സില്ല. ഒരുമിച്ച് രമിക്കും നാരിയെ പിന്നെ. മറ്റൊരുത്തൻ സ്മരിക്കേണ്ട നമുക്കാമായവൾ വേണ്ട. ഇന്ന് സാധിച്ചവളെ ഞാൻ പിറ്റേന്നാൾ നോക്കാറുമില്ല. വന്നതൊന്നും ത്യജിക്കാതെ തടുത്തിട്ട് വലയ്ക്കും ഞാൻ. കൂറുമില്ല നമുക്കേതും നാരിമാർക്കങ്ങൊരു നേരം. ചോറുമാത്രം കൊടുത്തേക്കും മറ്റൊരന്വേഷണം നാസ്തി. 100 ചണ്ടാലിമാരോടും സഹസ്രം ചേടിമാരോടും 100 ലക്ഷം വേശ്യനാരീ ജനത്തോടും രമിച്ചേൻ ഞാൻ. ജാതിഭേദം നമുക്കില്ല, ജാതി 4 നമുക്കിഷ്ടം. പ്രീതിഭംഗം വരാതെ കണ്ടിരുന്നാൽ ചേരും അക്കാലം. കൂട്ടരോടെ വധുവൃന്ദം കരഞ്ഞാലും പിരിഞ്ഞാലും കോട്ടമില്ല നമുക്കേതും കേട്ടിരുന്നു രസിക്കും ഞാൻ. ശുദ്ധിയില്ല നമുക്കേതും ബുദ്ധിഭാഗവും അതില്ല. ബൗദ്ധന്മാരും
ബൗദ്ധന്മാരും മഹാവിപ്ര സ്ത്രീകളും ഭേദമില്ലേതും ഇങ്ങനെ കശ്മലൻ ദുഷ്ടൻ നിഷ്ഠുരൻ ഞാൻ ദുരാചാരൻ തിങ്ങിന കൗതുകത്തോടെ കാമലീലയ്ക്കൊരുമ്പെട്ടേൻ രാജസം കൊണ്ട പ്രൗഢ നിഷേവ മഹാദോഷാൽ രാജേഷ്മ പിടിപെട്ടു മരിച്ചാനെന്നതേ വേണ്ടു. അന്തകന്റെ പുരമ്പുക്കെ നന്ദികെ കിങ്കരന്മാരും ഹന്ത വന്നു പിടിച്ചെന്നെ വലിച്ചു താടനം ചെയ്താൻ. കല്ലിലും മുള്ളിലും അങ്ങിട്ടിഴച്ചാർ അത്രയുമല്ല പല്ലുമെല്ലും മുസലം കൊണ്ടടിച്ചാശു പൊടിപ്പിച്ചാർ. വിക്ലപത്വം കലർന്നേറ്റം കരഞ്ഞിടുന്നൊരു നമ്മെ ശുക്ലകൂപെ പിടിച്ചിട്ട് ശുക്ലപൂരം കുടിപ്പിച്ചാർ. 100,000 വർഷം ശുക്ലകൂവെ കിടന്നേൻ ഞാൻ ചിത്തമോഹാൽ അകപ്പെട്ടോരനർത്ഥം നീ ധരിച്ചാലും പാപശേഷത്തിനാൽ പിന്നെ പിശാചായി ഭവിച്ചേൻ ഞാൻ. പാരിലെങ്ങും ഗതി കിട്ടാതലഞ്ഞു പാതകർമ്മത്താൽ 100 വർഷം കൊണ്ടു നീങ്ങി നമുക്കങ്ങുന്നു പിശാചത്വം. കാറശേഷം ശമിക്കുമ്പോൾ അമ്പരം സ്വച്ഛമാമല്ലോ അന്നു തൊട്ടിങ് 23 ജന്മം ജന്തുവായേൻ. ഇന്നു ഞാൻ ബ്രഹ്മരക്ഷസായി ജനിച്ചേനിങ്ങനെ തത്വം ചുത്തുകൊണ്ടു തളർന്നിത്തം സഞ്ചരിക്കും വിധൗ നിന്നെ സത്വരം കൊന്നു ഭക്ഷിപ്പാൻ വന്നു ഞാനെന്നറിഞ്ഞാലും ദിവ്യമായ ഭവാൻ ഗാത്രം തൊട്ട നേരം നമുക്കിപ്പോൾ ദിവ്യബോധം സംഭവിച്ചു. ദുഷ്കൃതം നീങ്ങുവാൻ ബന്ധം ചിത്തപത്മം പ്രസാദിച്ചു തത്വമൊക്കെ പ്രകാശിച്ചു. ശുദ്ധിഗാത്രേ വിജൃംഭിച്ചു ശുദ്ധകീർത്തെ നമസ്കാരം. ദൈവതാനുഗ്രഹം കൊണ്ടോ കേവലം നിന്തപം കൊണ്ടോ സേവ കൊണ്ടോ മഹാതീർത്ഥ സ്നാനപാന വ്രതം കൊണ്ടോ യാഗമാർഗങ്ങളെ കൊണ്ടോ മന്ത്രസേവാബലം കൊണ്ടോ നാഗഹാരം ധരിക്കുന്ന ദേവനിൽ ഭാവന കൊണ്ടോ എന്തുകൊണ്ടു ഭവാൻ ഇപ്പോൾ ഇപ്രഭാവം വഹിക്കുന്നു. ശാന്തബുദ്ധേ പറഞ്ഞാലും നിൻപദത്തെ വണങ്ങുന്നേൻ എന്നതു കേട്ടരുൾ ചെയ്തു വാമദേവൻ മഹായോഗി. എന്നുടെ ഭസ്മപുണ്ഡ്രത്താൽ നിന്നുടെ കൽമഷം തീർന്നു. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.